പഠിക്കാൻ മിടുക്കിയായിരുന്നത് കൊണ്ട് തന്നെ +2 എനിക്ക് 95% മാർക്സ് ഉണ്ടായിരുന്നു. അത്ര നല്ലൊരു അച്ചീവ്മെൻറ്റ് വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നി. അങ്ങനെ എൻ്റെ 17-ാം വയസ്സിൽ എൻ്റെ നാടുപേക്ഷിച്ച് എറണാകുളം പോലുള്ളൊരു വലിയ നഗരത്തിലേക്ക് ഞാൻ പറിച്ചു നടപ്പെട്ടു. കോളേജ് ലൈഫ് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. പുതിയ ചുറ്റുപാട്, പുതിയ ഫ്രണ്ട്സ്, പഠിക്കാൻ ഒരുപാടുണ്ട്. അന്നുണ്ടാക്കിയ പല സൗഹൃദങ്ങളും വളരെ ഊഷ്മളതയോടുകൂടി ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. എത്ര പെട്ടെന്നാണ് കാലം കടന്നു പോയത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് നീണ്ട 5 വർഷങ്ങൾക്കിപ്പുറം 21-ാം വയസ്സിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ആ കാലഘട്ടത്തിലൊന്നിൽ ഞാൻ അറിഞ്ഞു, എൻ്റെ ഹൃദയത്തിനുടമ എന്ന് ഞാൻ കരുതിയിരുന്നവൻ വിവാഹിതനായിരിക്കുന്നു. എൻ്റെ ഹൃദയം തിരിച്ച് ഏൽപ്പിക്കുക പോലും ചെയ്യാതെ, ഒരു വാക്കുപോലും എന്നോട് പറയാതെ, അതെ, അയാൾ വിവാഹിതനായിരിക്കുന്നു. തൻ്റെ ഹൃദയം മറ്റൊരു പെൺകുട്ടിക്ക് കൈമാറിയിരിക്കുന്നു. അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ ഹൃദയം കണ്ടെത്തി. വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ ഒരു വഴിയരികിൽ നിന്ന്. അതെ, എൻ്റെ ഹൃദയം എന്നിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. അതിൽ ഞാൻ ആശ്വസിച്ചു. ഈ അവസ്ഥയിൽ നിങ്ങൾ പിക്ചർ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പെൺകുട്ടി ഡിപ്രഷൻ്റെ അങ്ങേയത്തെ അവസ്ഥയിൽ പോകുന്ന ഒരാളായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അത്രമാത്രം. ഡിസപ്പോയിൻമെൻറ്റിന് കാരണം മറ്റാരുമല്ല, ഇവനാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ചുള്ളനായ ചെക്കൻ, ഋതിക് റോഷനെ പോലെ ഇരിക്കുന്ന, പാട്ട് പാടുന്ന ഒരു സുന്ദരൻ. ക്ലാസ്സിലെ പെൺകുട്ടികൾ മാത്രമല്ല, കോളേജിലെ എല്ലാ പെൺകുട്ടികളും പുറകെ നടക്കുന്ന ഇവൻ്റെ പ്രപ്പോസൽ ഞാൻ ഉപേക്ഷിച്ചത് എൻ്റെ ഹൃദയം മറ്റൊരാളുടേതാണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു. അതിലെനിക്ക് നല്ല കുറ്റബോധമുണ്ട്. പാട്ടുകാരനാണെന്ന് പറഞ്ഞല്ലോ, ഇവനെനിക്ക് പാടിത്തുന്ന പാട്ടുകൾ ഇപ്പോഴും ടി വി കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ആ പാട്ടുകൾ ഇതൊക്കെയായിരുന്നു: അനുരാഗിണി, പിണക്കമാണോ, അതൊക്കെ ഒരു കാലം. നെക്സ്റ്റ് സ്റ്റേജിൽ ക്ലീഷേ ഡയലോഗുമായി അച്ഛൻ വന്നു. ഇളയത് 2 പെൺകുട്ടികളില്ലേ, നിൻ്റെ വിവാഹമെങ്കിലും ആദ്യം നടത്തണ്ടേ, അങ്ങനെയൊക്കെ. അങ്ങനെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ്റെ ആലോചന എനിക്കും വന്നു. ഹെൽത്തിയും വെൽത്തിയും സെറ്റിൽഡുമായിട്ടില്ലായിരുന്നു ആ ചെറുപ്പക്കാരൻ. കുടുംബ മഹിമ കൊണ്ടും സമ്പത്ത് കൊണ്ടും എഡ്യൂക്കേഷൻ കൊണ്ടും ഞങ്ങളെക്കാട്ടിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബം. മറ്റൊന്നും ആലോചിച്ചില്ല. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ അനുഗ്രഹാശസ്സുകളോടുകൂടി ഞാൻ വിവാഹിതയായി. ഞങ്ങൾ വിവാഹിതരായി എന്ന് വേണം പറയാൻ. അങ്ങനെ നാട്ടിൻപുറത്തുകാരിയായ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പുതിയ ഉടമയെ കണ്ടെത്തിയിരിക്കുന്നു. പെർമനൻ്റ് ഉടമ. അതെ, ഇദ്ദേഹമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ പെർമനൻ്റ് ഉടമ. ഇൻഫിനിറ്റി സിമ്പലൊക്കെ കണ്ടില്ലേ, ഇത് പെർമനൻ്റ് ആണ് കേട്ടോ. അങ്ങനെ 23-ാം വയസ്സിൽ അദ്ദേഹത്തോടൊപ്പം പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഒരു വിദേശ രാജ്യത്തേക്ക്, ഗൾഫിലെ ഒരു പ്രശസ്തമായ നഗരത്തിലേക്ക് ഞാൻ ഫ്ലൈറ്റ് ചെയ്തിറങ്ങി. അതെ, ഞങ്ങളുടെ ലൈഫ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇനി കഥ നടക്കാൻ പോകുന്ന ഇവിടെ ഒന്നും അല്ല കേട്ടോ. ഇനി കഥയിരിക്കുന്നത് ആ മണലാരണ്യങ്ങളിലാണ്. കാത്തിരിക്കുക.